H1B വിസയിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. തൊഴിൽ നഷ്ടപ്പെട്ട് H1B വിസ റദ്ദാക്കപ്പെട്ടവർക്ക് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് നോട്ടീസ് അയക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. NIFSA അസോസിയേഷൻ ഓഫ് ഇൻ്റർനാഷണൽ എഡ്യൂക്കേറ്റേഴ്സ് എന്ന സംഘടനയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനെ നോട്ടീസ് ടു അപ്പിയർ എന്ന് വിളിക്കും. ഫോം I-862 ആണ് ഇതിനായുള്ളത്. ഈ നോട്ടീസ് കിട്ടിയാൽ നിങ്ങളൊരു ഇമിഗ്രേഷൻ ജഡ്ജിയുടെ മുന്നിൽ ഹാജരാകേണ്ടി വരും. എന്തിനാണ് നിങ്ങളെ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ പോകുന്നത് എന്നതിൻ്റെ കാരണവും ഇതിലുണ്ടാകും. H1B വിസയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടാൽ അവർ 60 ദിവസത്തിനകം രാജ്യം വിട്ടുപോകണം, അല്ലെങ്കിൽ വിസയുടെ കാലാവധി കഴിയുമ്പോൾ പോകണം. ഇതിലേതാണോ ആദ്യം വരുന്നത് അതനുസരിച്ച് രാജ്യം വിടണം. അതായത് H1B വിസയുള്ള ഒരാൾക്ക് ജോലി പോയാൽ അടുത്ത് എന്തെങ്കിലും ചെയ്യാൻ 60 ദിവസത്തെ സമയം കിട്ടും. ഈ 60 ദിവസത്തിനുള്ളിൽ മറ്റൊരു വിസയ്ക്ക് അപേക്ഷിച്ചാൽ അവർക്ക് അമേരിക്കയിൽ തുടരാം. പഴയ വിസയുടെ കാലാവധി കഴിഞ്ഞാലും കുഴപ്പമില്ല. ജോലി നഷ്ടപ്പെട്ടാൽ ഉടൻ രാജ്യം വിടണം. ജോലി നഷ്ടപ്പെട്ടാൽ ഉടൻ രാജ്യം വിടാതെ പുതിയ ജോലി കണ്ടെത്താനോ വിസ മാറ്റാനോ ഈ 60 ദിവസത്തെ സമയം സഹായിക്കും. പക്ഷേ ചില ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ട ഉടൻ തന്നെ USCISൽ നിന്ന് നോട്ടീസ് കിട്ടുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. E1, E2, E3, H1B, H1B1, L1, O1 അല്ലെങ്കിൽ TN എന്നീ വിസയിലുള്ള ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടാൽ അത് അവരുടെ വിസയുടെ നിയമങ്ങളെ ബാധിക്കില്ല. അവർക്ക് 60 ദിവസം വരെ അമേരിക്കയിൽ തുടരാം, അല്ലെങ്കിൽ വിസയുടെ കാലാവധി കഴിയുന്നതുവരെ തുടരാം. ഇതിലേതാണോ ആദ്യം വരുന്നത് അതനുസരിച്ച് രാജ്യം വിടണം എന്നുള്ളതാണ് H1B വിസയുടെ 60 ദിവസത്തെ നിയമം. എന്നിട്ടും എന്തുകൊണ്ടാണ് പലർക്കും നോട്ടീസ് കിട്ടുന്നത്? ഇതിന് ഒരു കാരണമുണ്ട്. ഈ നിയമത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്താൻ DHS അധികാരമുണ്ട്. DHS എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി. DHSന് ഈ 60 ദിവസത്തെ സമയം കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാം. ഈ സമയത്ത് ജോലി ചെയ്യാനും പാടില്ല. ട്രംപിൻ്റെ ഭരണകൂടം നടപ്പാക്കിയ ഈ നിയമങ്ങളെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണം. ജോലി നഷ്ടപ്പെട്ടവരും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവരും ഇത് ശ്രദ്ധിക്കണം. കാരണം എപ്പോൾ വേണമെങ്കിലും നിയമങ്ങൾ മാറിയേക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് H1B വിസയുണ്ടെങ്കിൽ ജോലി നഷ്ടപ്പെട്ടാൽ 60 ദിവസത്തിനുള്ളിൽ രാജ്യം വിടണം, അല്ലെങ്കിൽ മറ്റൊരു വിസയ്ക്ക് അപേക്ഷിക്കണം. DHSന് ഈ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്താൻ അധികാരമുണ്ട്. അതുകൊണ്ട് എപ്പോഴും പുതിയ വിവരങ്ങൾ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. ഈ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അതുകൊണ്ട് ആരെങ്കിലും ജോലി മാറാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടാലോ ഈ കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാണ്. നിയമത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ USCIS വെബ്സൈറ്റ് സന്ദർശിക്കുക. NTA എന്നാൽ നോട്ടീസ് ടു അപ്പിയർ ആണ്. ഇത് ഒരു ഔദ്യോഗിക അറിയിപ്പാണ്. ഈ അറിയിപ്പ് ലഭിച്ചാൽ ഒരാളെ രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ ആരംഭിക്കും. NTA ലഭിച്ചാൽ ഉടൻ തന്നെ നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവരെയും ഉൾപ്പെടുത്തും. ഇത് ഭാവിയിൽ വിസ ലഭിക്കുന്നതിന് തടസ്സമുണ്ടാക്കും. അമേരിക്കയിലെ പല അഭിഭാഷകരും ഈ പ്രശ്നം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 60 ദിവസത്തിനുള്ളിൽ സ്റ്റാറ്റസ് മാറ്റാൻ അപേക്ഷിച്ചിട്ടും H1B വിസക്കാർക്ക് NTA ലഭിക്കുന്നു. ശരിയായ രീതിയിൽ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിയമപരമായി രാജ്യത്ത് താമസിക്കുന്ന ഒരാളായി കണക്കാക്കണം. എന്നിട്ടും ധാരാളം ആളുകൾക്ക് NTA ലഭിക്കുന്നു എന്നാണ് രാജീവ് S. ഖന്ന എന്ന അഭിഭാഷകൻ പറയുന്നത്. USCISന്റെ കണക്കുകൾ പ്രകാരം 2025 ഫെബ്രുവരി മുതൽ ഓരോ ആഴ്ചയിലും ഏകദേശം 1840 NTAകൾ നൽകുന്നുണ്ട്. പല കേസുകളിലും ആളുകൾ നിയമം അനുസരിക്കുന്നുണ്ടെന്ന് നിയമവിദഗ്ധർ പറയുന്നു. എന്നിട്ടും NTA നൽകുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഈ നിയമം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യക്കാരെയാണ്. കാരണം 2024 H1B വിസ ലഭിച്ചവരിൽ 70 മുതൽ 71% വരെ ഇന്ത്യക്കാരാണ്. അമേരിക്കയിലെ സാങ്കേതിക വിദഗ്ധരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. H1B വിസയിൽ അവിടെ ജോലി ചെയ്യുന്ന 6 ലക്ഷം ആളുകളിൽ വലിയൊരു ശതമാനം ഇന്ത്യക്കാരാണ്. 60 ദിവസത്തിനുള്ളിൽ B2 വിസയിലേക്ക് മാറാൻ അപേക്ഷിച്ചവർക്ക് പോലും NTA ലഭിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. USCISന്റെ നിയമങ്ങൾ അനുസരിച്ച് അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരെ നിയമപരമായി രാജ്യത്ത് താമസിക്കുന്നവരായി കണക്കാക്കണം. എന്നിട്ടും NTA നൽകുന്നത് ശരിയല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നത് ഒരു മുൻകരുതലെടുക്കാൻ സഹായിക്കും. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക, നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.